നല്ല അടിപൊളിയായിട്ടൊരു ഗ്രീൻ പീസ് കറി നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു വലിയ കുക്കർ എടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നല്ല ഫൈനായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള അകത്തേക്കിടാം. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 1-2 പച്ചമുളക് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. സവാളയും പച്ചമുളകും ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം തന്നെ ഉടഞ്ഞ് മഷിയായിട്ട് വരണം. അതിനുശേഷമാണ് നമുക്ക് അതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർക്കാനുള്ളത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ ഗരം മസാല, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി ചേർക്കുമ്പോഴേക്കും സൂക്ഷിച്ച് വേണം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂണിന് മേലെയായിട്ട് ഡ്രൈ മാംഗോ പൗഡർ ഇട്ട് കൊടുക്കാം. ആംചൂർ പൗഡർ. ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചേർത്തതേ ഉള്ളൂ. ഈ മസാലകളെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്ത് മൂപ്പിക്കണം. ഇതെല്ലാം നല്ലോണം മിക്സ് ആയി കഴിയുമ്പോഴേക്കും തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ അത് കൂട്ടി ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. മസാലയും ഗ്രീൻ പീസുമായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വരണം. അതിനുശേഷം അതിനകത്തേക്ക് 1 കപ്പ് നിറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിക്കുക. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, ലോ ഫ്ലെയിമിൽ 3 to 4 വിസിൽസ്. അതിനുശേഷം നമ്മുടെ കറി റെഡിയാവുന്നതാണ്. പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്നാൽ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്.